ഹായ് ഗണേശ, അപ്പം നമുക്ക് കോഴിക്കോട് ബീച്ച് ഒന്ന് കാണാൻ പോയാലോ? എന്നാൽ കൂടെ പോരട്ടോ. നമുക്ക് കോഴിക്കോട് ബീച്ചൊക്കെ ഒന്ന് പോയി കണ്ടുകളയാം. എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ച് എന്ന് അറിയണ്ടേ? പോയി നോക്കാം നമുക്ക് ബീച്ച് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ടേ. വാ, കൂടെ പോരെ. ഏതായാലും നമ്മൾ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെന്ന് നോക്കാം ബീച്ച് എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ബീച്ചാണോ എന്ന് നമുക്ക് നോക്കിയിട്ട് പറയാട്ടോ. ഏതായാലും രാത്രി വന്നപ്പോൾ കയറാൻ പറ്റില്ലാവേ. രാത്രി 1 മണിക്കേക്കുള്ള ഇവിടുത്തെ തിരക്ക് കാണാറുന്നേ. എൻ്റെ പൊന്നു ദൈവമേ, എന്തൊരു തിരക്കാർന്നെന്നറിയാമോ? ഞാനിതിവിടെ ഒരു 3-4 റൗണ്ട് ചുറ്റിയടിച്ചു. എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒതുക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കയറിയേക്കാന്ന് ഓർത്ത്. എവിടെ ഒരു രക്ഷയില്ലാട്ടോ, അതേമാതിരിയുള്ള തിരക്കേ. അങ്ങനെ നമ്മൾ നൈറ്റ് 1 മണിയായപ്പോൾ എമറാൾഡ് മാളിൽ ചെന്നിട്ട് സൂട്ട് റൂം അങ്ങെടുത്ത്. സൂട്ട് റൂം എന്ന് പറഞ്ഞാൽ അടിപൊളി റൂമായിരുന്നു കേട്ടോ. അവിടെ കിടന്ന് ഉറങ്ങി ഒരു ഏരിയപ്പോഴത്തേക്കും നമ്മൾ എഴുന്നേറ്റ് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് ഒരു ഒറ്റപ്പെടുത്താൻ കുടിച്ചേ. അപ്പോൾ രാവിലെ ഒന്നിപ്പോൾ തിരക്കുണ്ടാവില്ല എന്ന് കരുതി ചെന്നതാണ്. അപ്പം നോക്കിയപ്പോഴേ രാത്രി ഉണ്ടായിരുന്ന പകുതി ആൾക്കാർ വീണ്ടും ബീച്ചിൽ തന്നെയുണ്ട്. സത്യത്തിൽ ബീച്ചിൽ നിന്ന് ആരും വീട്ടിൽ പോയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതേമാതിരി തിരക്കും കാര്യങ്ങൾ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ബീച്ചിൽ ഫുട്ബോൾ കളി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങിച്ചു. നമ്മുടെ വണ്ടിയുടെ സൺറൂഫാക്കി നല്ല സൂപ്പറല്ലേ, നോക്കി അടിപൊളി സൂപ്പറായില്ലേ. നമ്മൾ വണ്ടി എന്തായാലും ഫുൾ ഓപ്ഷൻ വണ്ടി എടുത്താണ് കേട്ടോ. നമ്മൾ മോക്ക ബ്രൗണ് ഡീസൽ 8 എടുത്തിരിക്കണേ. അപ്പം നമ്മളിറങ്ങി നേരെ ഫുട്ബോൾ കളി നടക്കുന്നിടത്തേക്കല്ല, ബീച്ചിൽ ഫുട്ബോൾ കളി പിള്ളേർ രാവിലെ തന്നെ വന്ന് തകർത്തടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏതായാലും സെറ്റപ്പ് ആയിരുന്നേ. നല്ല രാവിലെ തന്നെ വന്നപ്പോൾ നല്ലൊരു വ്യൂവും കാര്യങ്ങളാണ്. പിന്നെ ഇവിടുത്തെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് നമുക്ക് സഹിക്കാൻ പറ്റുള്ള ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്, ഭയങ്കര സ്മെല്ലും കാര്യങ്ങളുണ്ട് ഇവിടെ. അതുപോലെ ജനത്തിരക്കും കാര്യങ്ങളായിരുന്നു രാത്രിയിലേ, അതുകൊണ്ടായിരുന്നോ എന്നറിയില്ല, ഒരു പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളാണ്. ഓണായിട്ടേ പിള്ളേർക്കും ഭയങ്കര വൈബാണ് കേട്ടോ. പിള്ളേർക്കും ചുമ്മാ തകർത്തടിക്കൊണ്ടിരിക്കുക. ഇതിലൊരു കുഞ്ഞു പയ്യനുണ്ട് കേട്ടോ, നല്ല സ്കില്ലുണ്ട് അവന്. നല്ല അടിപൊളിയായിട്ട് അവൻ ബോളാക്കിയും വലിക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലാ എണ്ണത്തിനും വലിച്ചിട്ടിട്ട് അവൻ കൊണ്ടുകൊണ്ട് ബോൾ. ആ കുഞ്ഞിപ്പയ്യനില്ലേ, കുഞ്ഞിപ്പയ്യൻ നല്ല സെറ്റപ്പ് കളിക്കാറാണ് കേട്ടോ. നല്ല അടിപൊളി. അവൻ്റെ ബോൾ വലിക്കണമെങ്കിൽ കണ്ടു ഞാനുണ്ടല്ലോ, അടിപൊളിയാണ്. ബീച്ചിലായതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഫുട്ബോൾ കളി കാണാനായിട്ട് ഒരു രസമുണ്ട് കേട്ടോ. നല്ലൊരു വൈബ് നമുക്ക് കിട്ടണ്ടേ. അതും രാവിലെ തന്നെയാണെന്ന് ഓർക്കണേ. 7-8 മണി സമയത്താണ് ഇവർ കളിക്കണേ. അവരൊക്കെ വെളുപ്പിനേ അവിടെ കളിക്കും. ഇന്നലെ രാത്രി വന്നിട്ട് പിള്ളേരൊന്നും വീട്ടിൽ പോയിട്ടില്ലാന്ന് തോന്നുന്നു. അതേ രീതിയിൽ വൈബും കാര്യങ്ങളായിട്ടാണ് പിള്ളേർ കളിക്കണത്. ഓണം അങ്ങോട്ട് പൊളിച്ചടക്കുവാണ് പിള്ളേർ. അപ്പം നമ്മുടെ കോഴിക്കോടൊക്കെയാണ് കേട്ടോ എൻ്റെ പൊന്നു മക്കളെ. 1 മണിയായിട്ടും ഓരോരുത്തരും വീട്ടിൽ പോകില്ല കേട്ടോ. അപ്പോഴൊക്കെയാണ് അവിടെ വൈബ് തുടങ്ങണേന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പൊന്നോ, എന്ത് സെറ്റപ്പാണല്ലേ. പിള്ളേരൊക്കെ ചുമ്മാ തകർത്താണ്. ഇതിൻ്റെ ഇടയിലുള്ള സ്മെല്ല് മാത്രമാണ് നമുക്കവിടെ സഹിക്കാൻ പറ്റുള്ളത്. അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിൽക്കാനായിട്ട് നോക്കിയില്ല കേട്ടോ. നമ്മൾ ഈ ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് തോന്നി നിശ്ചരം കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അപ്പം തന്നെ സ്മെല്ല് വരുമ്പോൾ നമുക്ക് എന്താടാ ചെയ്യണേ, നമുക്ക് പതുക്കെ വലിഞ്ഞേക്കാം എന്നൊക്കെ തോന്നിട്ട് തന്നെ അങ്ങ് വരും കേട്ടോ. അതേ രീതിയിലുള്ളൊരു സ്മെല്ലും കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. ഏതായാലും ഫുട്ബോൾ കളി ഉണ്ടല്ലോ, പിള്ളേർ ചുമ്മാ തകർത്തടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുട്ബോൾ കളിയും കണ്ടുകൊണ്ടിരുന്ന സമയത്താണേ നമുക്ക് അപ്പുറം വോളിബോൾ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കാരണം വോളിബോൾ കാണാമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മൾ വോളിബോൾ കാണാമെന്ന് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് അവർ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആ വോളിബോൾ കളിയും കണ്ട് നേരെ നമ്മൾ മടങ്ങിയിട്ട് പിന്നെ നമുക്കിനി അവിടുന്ന് വീണ്ടും റൂമിൽ പോയിട്ട് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഫുഡായും കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം റൂമിൽ പോകാൻ. റൂമിൽ പോയി കുളിയും കഴിഞ്ഞിട്ട് 11 നമുക്ക് റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ പതുക്കെ അങ്ങോട്ട് തിരിച്ച് മടങ്ങുകയാണ് എടുത്തേട്ടാ. എന്തായാലും പിള്ളേരൊക്കെ ഉണ്ടല്ലോ എല്ലാവരും ഭയങ്കര വൈബാണ്. ഇത് അത്യാവശ്യം പ്രായമുള്ള ആളുകളാണേ. അവരൊക്കെ വോളിബോൾ കളിക്കും, നല്ല സെറ്റായിട്ട് കളിക്കണം കേട്ടോ. നല്ല ഫിനിഷിങ് ആയിട്ടുള്ള കിക്കും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് ചെയ്യണ്ട കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമുക്കൊക്കെ ഇതൊക്കെയല്ലേ ഒരു വൈബ് എന്ന് പറയാനുള്ളൂ. ഇതൊക്കെയും കാണുക പോരുക അത്രയ്ക്കാണ് നമുക്ക് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം രാവിലെ തന്നെ ബീച്ചിലൊന്ന് പോയി കറങ്ങിയിട്ട് പോന്നു. പക്ഷേ നൈറ്റ് ബീച്ച് വൈബ് നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. കാരണം അതോടെ തിരക്കായിരുന്നു കേട്ടോ.